പോലത്തെ ഒരു ഇൻ്റർഫേസാണ് ലഭിക്കുക. അവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. അപ്പോൾ ആദ്യമേ നമുക്ക് പഠിക്കൽ ഇതിൻ്റെ സൈസ് എങ്ങനെയാണ് റെഡി ആക്കൽ എന്നാണ്. ഈ സൈഡിൽ നമുക്ക് കുറേ സൈസസ് കാണാം. ഇവിടെ കുറേ സൈസസ് കാണാം. അടിയിലോട്ട് 60:9, 1:2, 3:2, 3:4, 2:3, 3:1 അങ്ങനെ കുറേ റേഷ്യോസ് കാണാം. A4 സൈസ് അങ്ങനെ കുറേ റേഷ്യോസും അതിൻ്റെ കൂടെ അടിയിൽ ടെംപ്ലേറ്റ്സ് തന്നെ കുറേ ഇതിൽ ഓൾറെഡി ചെയ്ത് വെച്ചതും ഉണ്ടാകും. അതാണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. എങ്ങനെ സൈസ് ചേഞ്ച് ചെയ്യാം, നമുക്ക് വേണ്ട സൈസ് എങ്ങനെ എടുക്കാം ഒക്കെ. ഇവിടെയൊക്കെ ഫേസ്ബുക്കിൻ്റെ ഓരോ സൈസും, ബാനറിൻ്റെ സൈസ്, ഗൂഗിൾ ബാനറിൻ്റെ സൈസ്, ഇൻസ്റ്റാ പോസ്റ്റിൻ്റെ സൈസ്, പിൻട്രസ്റ്റിൽ കൊടുക്കാനുള്ള സൈസ്, അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയാസിൻ്റെ ഇവിടെ സൈസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മുടേതായ ഒരു സൈസ് കൊടുക്കുകയാണെങ്കിൽ മുകളിൽ 3 ഡോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് 5ാമത്തെ ഓപ്ഷൻ കാണാം, ഇമേജ് സൈസ്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇതുപോലൊരു ഓപ്ഷൻ വരും. അവിടെ നമുക്ക് വിഡ്ത്ത് എത്രയാണ് വേണ്ടത്, ഹൈറ്റ് എത്രയാണ് വേണ്ടതെന്ന് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇത് 500 കൊടുത്തു. ഇത് ഞാൻ 800 കൊടുത്തു. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇവിടെ ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചുള്ള റേഷ്യോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. റേഷ്യോയിലുള്ള ഒരു ക്യാൻവാസ് നമുക്ക് ഓപ്പണായി കിട്ടും. അതിനുശേഷം ഈ ഡിഫോൾട്ടുള്ള ടെക്സ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഡിഫോൾട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിലൊരു ഡിലീറ്റ് ബട്ടൺ കാണും. അപ്പം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഡിഫോൾട്ടുള്ളത് പോയി കിട്ടി. ഞാൻ അടുത്തത് എങ്ങനെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനാണ് പഠിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 4ാമത്തെ ഓപ്ഷനിൽ ഫസ്റ്റ് തന്നെ ഉണ്ടാവും കളർ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ടാക്കും. അവിടെ നമുക്ക് ഗ്രേഡിയൻ്റ് എന്ന് കാണാം, കളർ ആൻഡ് ഗ്രേഡിയൻ്റ് കാണാം. നമ്മൾ 2 കളറുകൾ കൂടി ചേർന്നാണ് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞത്. കളർ എന്നാൽ ഒറ്റ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടുതലും ഗ്രേഡിയൻ്റാണ് രസമുണ്ടാവുക. അതിൽ നമുക്കൊരു കളർ സെലക്ട് ചെയ്യാം. ഞാൻ ഈ കളറാണ് സെലക്ട് ചെയ്യുന്നത്. അതിന് കൊടുക്കാം. നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു വീല് വരും. അതിൽ നമുക്കിത് ഇവിടെ സാധനം കണ്ടോ, അത് നീക്കി കൊടുത്താൽ ഓരോ കളർ മാറ്റാൻ കഴിയും. നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ എടുത്തിട്ട് ഇവിടെ അതിൻ്റെ ഡാർക്ക്നെസ്സും ലൈറ്റ്നെസ്സും ഒക്കെ നോക്കി റെഡിയാക്കി നമുക്ക് ആവശ്യത്തിനോളം എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ കളർ ബാക്ക്ഗ്രൗണ്ടായി വരും. ഇനി ഗ്രേഡിയൻ്റ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ഇതാണ് ഗ്രേഡിയൻ്റ്, 2 കളർ മിക്സായി വരുന്നത്. എങ്ങനെ നമുക്കൊരു ഗ്രേഡിയൻ്റ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായി ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 2 ഏരോസ് കാണാൻ ലഭിക്കും. ഫസ്റ്റ് നമ്മൾ ഈ താഴെ കണ്ടില്ലേ, ഒരു ലൈൻ ഉണ്ടില്ലേ, അതിൽ ഇവിടെ ഒരു ഏരോ മാർക്ക് കാണാം, ചെറിയ ഏരോ മാർക്ക്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു യെല്ലോ ലൈറ്റ് മേലെ കൂടെ കത്തും. അപ്പോൾ നമ്മളിവിടെ ഒരു കളറ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു ബ്ലൂ കളറാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം പിന്നെ അടുത്തത് അതേപോലെ തന്നെ ഈ കളറിനെ ഒന്ന് സെലക്ട് ചെയ്താൽ ഒരു യെല്ലോ ലൈറ്റ് തന്നെ പുറത്തു കൂടെ കത്തും. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ബ്ലൂ ആയിട്ട് മാച്ചുള്ളൊരു കളർ എടുക്കണം. എടുത്തു. അപ്പോൾ ഇതുപോലെ കിട്ടി. ഈ ആരോ മാർക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ചാൽ സൈഡിൽ നിന്ന് ഈ സൈഡിലോട്ട് വരുന്ന മതി നല്ല ഭംഗിയിൽ കിട്ടും. അതേപോലെ ഇവിടെ കുറേ പ്രീസെറ്റ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഓരോന്നും ക്ലിക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ കഴിയും.
ഇപ്പോൾ അതാ നമ്മൾ പോസ്റ്ററിന് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ.